ദേശീയപാത 66 പെരിഞ്ഞനത്ത് വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ബൈക്ക് യാത്രികനെയും കാൽനട യാത്രക്കാരനെയും ഇടിച്ചു തെറിപ്പിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറാക്കിയ പുൽക്കൂട് നശിപ്പിച്ച സംഭവം അപലപനീയമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തിപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്. ശക്തന്റെ തട്ടകത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തിന് സമാപനം കുറിച്ച് ക്രിസ്തുമസ് പാപ്പമാരുടെ പൂരമായ ബോൺ നത്താലെ സ്വരാജ് റൗണ്ട് കീഴടക്കി. 10,000-ഓളം ക്രിസ്തുമസ് പാപ്പമാരാണ് ബോൺ നത്താലെ ഗാനത്തിനൊപ്പം സ്വരാജ് റൗണ്ടിൽ ചുവടുവെച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ദേശീയപാത 66 പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്ക് യാത്രികനെയും കാൽനട യാത്രക്കാരനെയും ഇടിച്ചു തെറിപ്പിച്ചു. എറണാകുളത്ത് നിന്ന് തൃപ്രയാറിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടമുണ്ടാക്കിയത്. വീട്ടുമതിലും ഇടിച്ചു തകർത്തിയിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. ബൈക്ക് യാത്രികൻ പെരിഞ്ഞനം സ്വദേശി വാഴക്കാലിൽ വീട്ടിൽ ഷാജി, കാൽനട യാത്രക്കാരൻ നാരായണമംഗലം ചാലിക്കാരൻ വീട്ടിൽ അനിൽകുമാർ എന്നിവരെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ശക്തന്റെ തട്ടകത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തിന് സമാപനം കുറിച്ച് ക്രിസ്തുമസ് പാപ്പമാരുടെ പൂരമായ ബോൺ നത്താലെ സ്വരാജ് റൗണ്ട് കീഴടക്കി. 10,000-ഓളം ക്രിസ്തുമസ് പാപ്പമാരാണ് ബോൺ നത്താലെ ഗാനത്തിനൊപ്പം സ്വരാജ് റൗണ്ടിൽ ചുവടുവെച്ചത്. തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായാണ് ബോൺ നത്താലെ കരോൾ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. കൂടുതൽ പുതുമകളോടുകൂടിയാണ് ഇത്തവണ ബോൺ നത്താലെ തൃശൂർ പൂരനഗരിയിൽ അരങ്ങേറിയത്. സാന്റാക്ലോസിന്റെ വേഷമിട്ട 10,000-ഓളം ക്രിസ്തുമസ് പാപ്പമാർ തൃശൂർ സ്വരാജ് റൗണ്ടിനെ ചുവപ്പണിയിച്ചുകൊണ്ട് ബോൺ നത്താലെ ഗാനത്തിനൊപ്പം ചുവടുവെച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് പരിസരത്ത് മന്ത്രി K. രാജൻ ഫ്ളാഗ് ഓഫ് നടത്തി. മന്ത്രി ഡോക്ടർ R. ബിന്ദു, കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു. തുടർന്ന് 5:30 പാപ്പാന്മാർ സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചു. മോട്ടോർ ബൈക്കിലെത്തിയ സാന്റ വേഷധാരികളാണ് ആദ്യം റൗണ്ടിൽ കടന്നത്. പിന്നാലെ റോളർ സ്കേറ്റിംഗ് പാപ്പമാരും റൗണ്ടിലേക്കെത്തി. നിശ്ചല ദൃശ്യവും ഇതിനു പിന്നാലെ ജനപ്രതിനിധികളും ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും അണിനിരന്നു. തൊട്ടുപിന്നിൽ വീൽചെയറിലുള്ള പാപ്പയും അതിനു പിന്നിൽ വിവിധ ഗ്രൂപ്പുകളായി ഡാൻസിംഗ് പാപ്പമാരും ഘോഷയാത്രയിൽ പങ്കാളികളായി. കൊച്ചുകുട്ടികൾ മുതൽ 70 വയസ്സോളം പ്രായമുള്ളവർ വരെ സാന്റാക്ലോസിന്റെ വേഷം ധരിച്ച് ബോൺ നത്താലെ ഗാനത്തിനൊപ്പം ചുവടുവെച്ചു. മീഡിയ ടൈം തൃശൂർ. പുത്തഞ്ചിറ ക്ഷീര കർഷക കൂട്ടായ്മയുടെ വാർഷികവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും ക്ഷീരകുടുംബ സംഗമവും നടന്നു. പുത്തഞ്ചിറ ഫൊറോന വികാരി ഫാദർ ബിനോയ് പൊഴോലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് രാഘവൻ പണ്ടാരിൽ അധ്യക്ഷത വഹിച്ചു. ഷേളി ബെന്നി, KK അയൂബ് മുസ്ലിയാർ, അബ്ദുൾ റസാഖ്, യുദി, ഉണ്ണി നാരായൺ, അമ്പാട്ട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. നമ്മുടെ നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്, ഭൂമിയുടെ അസ്തിത്വം എന്ന് പറയുന്നത് കന്നുകാലികളാണ്. ഈ ഭൂമിയെ സമ്പൽ സമൃദ്ധമാക്കുന്നതിന് കന്നുകാലികൾ ചെയ്യുന്ന സംഭാവനകൾ എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് കൊടുക്കുന്ന പുല്ല് നാളെ അത് ഭൂമിക്ക് സമ്പത്തായി, ഭൂമിയുടെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കാനുള്ള സമ്പത്തായി നമുക്ക് ആ പശു തരുന്നു. ഒപ്പം തന്നെ നമ്മുടെ വരും തലമുറയുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ശുദ്ധമായ പാല് തരുന്നു. ഇങ്ങനെ 2 കാര്യങ്ങൾ ചെയ്യുന്ന പശുക്കളെ വളർത്തുന്ന, വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥമായി സേവനം ചെയ്ത് കൊതുകുകടി കൊണ്ട് പാല് കറന്ന് ക്ഷീരസംഘത്തിൽ അളക്കുന്ന ഈ നാടിനെ സേവിക്കുന്ന സ്നേഹഭാചനങ്ങളായിട്ടുള്ള ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ത്യാഗം എന്ന് പറയുന്നത് ചെറുതല്ല. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉപജില്ലാ വാർഷികവും യാത്രയയപ്പും നടന്നു.
സംസ്ഥാന വൈസ് പ്രസിഡന്റ് CF റോബിൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അധികാരികളെ അറിയിക്കുവാനും അത് നേടിയെടുക്കുവാനും നമ്മുടെ പ്രയാസങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ നമ്മുടെ അംഗങ്ങൾക്ക് നൽകുവാനും ഒക്കെ എന്നും ബദ്ധശ്രദ്ധമായി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് അവശേഷിക്കുകയാണ്. 43% DA വർധനവ് ഉണ്ടായിരിക്കുന്ന ഈ കാലയളവിൽ സംസ്ഥാന ജീവനക്കാർക്ക് 12% DA മാത്രമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉപജില്ലാ പ്രസിഡന്റ് OS ഷീന അധ്യക്ഷയായി. ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ഉപഹാര സമർപ്പണം നടത്തി. TS ജീന, KM സിജി, M ലത, S സീമ, GP ഗീത, സിസ്റ്റർ സിന്ധു, MB ഷേമ, R വിശ്വനാഥൻ, KA മുഹമ്മദ് റാഫി, T രമ, MJ ജെസി എന്നിവർ സംസാരിച്ചു. കേരള മഹിളാ സംഘം മാള മണ്ഡലം പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്നത് അവർ ദീർഘകാലം ദേശീയ തലത്തിൽ നമ്മുടെ സംഘടനയെ നയിച്ച സഖാവായിരുന്നു. ദേശീയ സമ്മേളനത്തിൽ 2 പേരും പങ്കെടുത്തിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ 25 സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അവിടെ പങ്കെടുത്തു. ഏകദേശം 350ഓളം പ്രതിനിധികൾ ഈ പറഞ്ഞ വിവിധ സ്റ്റേറ്റുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിൽ തന്നെ ഒരു പ്രത്യേകത, 20നും 35നും വയസ്സിനിടയിലുള്ള യങ് വുമൺസ് അവരുടെ വലിയൊരു പ്രാതിനിധ്യം, 78ഓളം അത്തരം യങ് വിമൻസിന്റെ പ്രവർത്തകർ അവിടെ പങ്കെടുത്തു. 20നും 35നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. വളരെ ആവേശകരമായിരുന്നു. വിവിധ വിഷയങ്ങളിൽ NFIW ദേശീയ കമ്മിറ്റി അംഗം KS ജയ, കേരള മഹിളാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വർണലത എന്നിവർ ക്ലാസ് എടുത്തു. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ, TN വേണു, MK ബാബു, ബിന്ദു ബാബു, ഉഷ ബാലൻ, സിനി ബെന്നി എന്നിവർ സംസാരിച്ചു. സംഗീത അനീഷ്, ഇന്ദിര ദിവാകരൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇനി മറ്റു വാർത്തകളിലേക്ക്. മാള വടമ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വ്യക്തി, കുടുംബം, സമൂഹം, പുതിയ കാലം, പുതിയ കൂട്ടായ്മകൾ എന്ന വിഷയത്തിൽ വടമ എരമസ്രായിലത്ത് മജിദ് ആമിന ദമ്പതികളുടെ മകൾ ഡോക്ടർ ഷീന ബീഗമാണ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചത്. വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ നമ്മുടെ ഇത് ഹെഡിങ് തന്നെ പറഞ്ഞിരിക്കുന്നത് വ്യക്തി, കുടുംബം, സമൂഹം, കൂട്ടായ്മകൾ. എന്താണ് വ്യക്തി? ആദ്യം നമ്മൾ വ്യക്തി എന്താണെന്ന് അറിയണം അല്ലേ? നമ്മളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരെ എന്തായിരിക്കും? ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിനെ എടുക്കുകയാണ്, ഇപ്പോൾ ഏതെങ്കിലും X or Y ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ആദ്യം എന്താ ചിന്തിക്കുക? അവരുടെ പെരുമാറ്റ രീതിയായിരിക്കും അല്ലേ? അവരെങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറുക? അവരെങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുക? ഇപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അവരോട് മിണ്ടാൻ പേടിയാണ്. പക്ഷെ അവരടുത്ത് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്കറിയാം അവരൊരു സാധാരണക്കാരാണ്, അല്ലാതെ വലിയ ജാടയൊന്നും ഇല്ലാന്ന് തോന്നും. ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് പേടി തോന്നും അല്ലേ? അപ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്, ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമുക്കൊരു വ്യക്തിയെ കേട്ടിരിക്കാനുള്ളൊരു സന്നദ്ധത ഉണ്ടാവണം. സാഹിത്യ, സാമൂഹ്യ അധ്യാപന രംഗങ്ങളിലെ നേട്ടങ്ങൾക്ക് UAE ഗോൾഡൻ വിസ ഹസീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കവിതാ സമാഹാരമായ മുൾവേലിക്കപ്പുറം എന്ന പുസ്തകം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. അസോസിയേഷൻ ഭാരവാഹികളായ ആന്റണി വിൽഫ്രഡ്, സ്റ്റീഫൻ കാനഗുഡം, P രുക്മിണി എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം തീരോത്സവത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ സംഘാടക സമിതി ആദരിച്ചു. തുടർന്ന് കൈകൊട്ടിക്കളി, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്ന് എന്നിവ നടന്നു.
കൊടുങ്ങല്ലൂർ ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്ററിന്റെ പുനർജനി ഹോം കെയർ പരിചരണത്തിലിരിക്കുന്നവർ, ഭാരവാഹികൾ, വോളണ്ടിയർമാർ, കുടുംബാംഗങ്ങൾ എന്നിവർ സംയുക്തമായി ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിച്ചു. പ്രശസ്ത ഗായകൻ മഴവിൽ മനോരമ ഫെയിം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KA ഖദീജാബി അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ സെയ്ദവലി മുഖ്യാതിഥിയായിരുന്നു. ഉദ്ഘാടകരും പരിചരണത്തിലിരിക്കുന്നവരും ഭാരവാഹികളും ജീവനക്കാരും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ക്രിസ്തുമസ് പാപ്പ മിഠായി വിതരണം ചെയ്തു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. സംസ്ഥാനത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് സാംബവ മഹാസഭ ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി ആവശ്യപ്പെട്ടു. സാംബവ മഹാസഭ നായിരങ്ങാടി ശാഖയുടെ സിൽവർ ജൂബിലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയായി. സംസ്ഥാന പ്രസിഡന്റ് PK ശങ്കർദാസ് അധ്യക്ഷനായി. KK ബാബു, VM സുബ്രൻ, രാജൻ K തിരുവല്ല, KR രാധാകൃഷ്ണൻ, ബേബി ബാലകൃഷ്ണൻ, സുനി അപ്പു, KC ചിത്രലേഖ, അമ്മിണി വേലായുധൻ എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക സമ്മേളനം കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു. എടമുട്ടം ക്രിസ്തുരാജ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട രൂപത ഹൃദയ പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ സിൻഡോ മാടവന, കൈക്കാരന്മാർ, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ, കുടുംബസമ്മേളന ഭാരവാഹികൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 4, 5, 6 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിനമായ 5-ന് രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ അനിൽ പുതുശ്ശേരി നേതൃത്വം നൽകും. ഫാദർ പോൾ കള്ളിക്കാടൻ സന്ദേശം നൽകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. അറിയിപ്പ്: സൗജന്യ കേൾവി സംസാര പരിശോധന ക്യാമ്പ് ഡിസംബർ 29 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 വരെ മാള തോംസൺ പോളിക്ലിനിക്കിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 66 പെരിഞ്ഞനത്ത് വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ബൈക്ക് യാത്രികനെയും കാൽനട യാത്രക്കാരനെയും ഇടിച്ചു തെറിപ്പിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറാക്കിയ പുൽക്കൂട് നശിപ്പിച്ച സംഭവം അപലപനീയമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തിപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്. ശക്തന്റെ തട്ടകത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തിന് സമാപനം കുറിച്ച് ക്രിസ്തുമസ് പാപ്പമാരുടെ പൂരമായ ബോൺ നത്താലെ സ്വരാജ് റൗണ്ട് കീഴടക്കി. 10,000-ഓളം ക്രിസ്തുമസ് പാപ്പമാരാണ് ബോൺ നത്താലെ ഗാനത്തിനൊപ്പം സ്വരാജ് റൗണ്ടിൽ ചുവടുവെച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.